കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോര് തുടരുന്നതിനിടെ വീണ്ടും വി.ഡി. സതീശനെ അനുകൂലിച്ച് കൂറ്റൻ ഫ്ലെക്സ് ബോർഡ്. എറണാകുളം ആലുവയിലാണ് UDF ജയിക്കും, വി.ഡി. സതീശൻ നയിക്കും എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. നിതിൻ സേവ്യർ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. നിതിൻ സേവ്യർ, വലിയ ഫ്ലെക്സൊക്കെയാണ്, വലിയ ചിലവൊക്കെ വന്ന് കാണുമല്ലോ. പ്രചരണം പുതിയ ഘട്ടത്തിലേക്കാണ്, ഗിയർ മാറി എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ 25-ാം തീയതിയായി. ഇനി അങ്ങോട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 3, 8, 9 ദിവസം കഴിഞ്ഞാൽ വിധി വരും. അപ്പോൾ തകൃതിയായി ഫ്ലെക്സ് ബോർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ സംഭവമാണല്ലോ. തീർച്ചയായിട്ടും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചയാണ് അണികൾക്കിടയിൽ അല്ലെങ്കിൽ ഈ സൈബർ ഇടത്തിലൊക്കെ നടക്കുന്നത്. 9 ദിവസമാണ് ഇനി ഈ റിസൾട്ട് വരാൻ ബാക്കിയുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഭരണം ലഭിക്കുമെന്ന് ഏതാണ്ട് കോൺഗ്രസിന്റെ അണികളും പ്രവർത്തകരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ തോട്ടുമുഖം ഭാഗത്താണ്. ആലുവയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോകുമ്പോഴുള്ള തോട്ടുമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെയാണ് ഈ കാണുന്ന കൂറ്റൻ ഫ്ലെക്സ്. നമ്മളിതിപ്പോൾ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു കറക്റ്റ് സൈസ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇത് ഏകദേശം ഒരു വലിയ ബിൽഡിങ്ങിന് വലിപ്പമുള്ളൊരു ഫ്ലെക്സ് ബോർഡാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരുപക്ഷെ ഇലക്ഷന് മുൻപ് ഉയർത്തിയതാണോ എന്നൊരു സംശയം വരും. കാരണം ഇലക്ഷനിലൊക്കെ ഇവരുപയോഗിച്ച UDF ജയിക്കും, വി.ഡി. സതീശൻ നയിക്കും തുടങ്ങിയ ഇലക്ഷനിൽ ഉപയോഗിച്ച അതേ വാചകങ്ങളാണ്. പക്ഷേ ഇത് ഇലക്ഷനൊക്കെ അവസാനിച്ച് ഇനി 9 ദിവസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ ദിവസം രാത്രി ഉയർത്തിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ണൂരും മലപ്പുറത്തും ഒക്കെ കണ്ടതാണ് ഇത്തരത്തിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ. ഒരു വശത്ത് സൈബർ ഇടത്തിൽ വലിയ തോതിലുള്ള PR വർക്കുകൾ നടക്കുന്നുണ്ട്. പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പോഡ്കാസ്റ്റുകളും അല്ലെങ്കിൽ റീലുകളും വീഡിയോകളും ഒക്കെയായി നേതാക്കന്മാർ വരുന്നു. മറുവശത്ത് അണികൾ തമ്മിൽ വലിയ വാക്പോര് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നു. ആരാകണം മുഖ്യമന്ത്രി? കെ.സി. വേണുഗോപാലിനെയും വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും അനുകൂലിച്ചുകൊണ്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അണികളുടെ പോസ്റ്റുകൾ വരുന്നു. അപ്പോൾ അത്തരം PR വർക്കുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ചില നേതാക്കന്മാർ അഭിപ്രായം പറയുന്നു. ഈ മുഖ്യമന്ത്രി പോരിനെ തുടർന്നും വലിയ തോതിലുള്ള അമർഷം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ പരസ്പരം ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആലുവയിൽ, ഇത് വി.ഡി. സതീശന്റെ ജന്മനാടാണ് ആലുവ, ദേശം ഭാഗം വി.ഡി. സതീശന്റെ ജന്മനാടാണ്. അത്തരത്തിൽ വി.ഡി. സതീശന്റെ ജന്മനാട്ടിലാണ്, വി.ഡി. സതീശന്റെ തട്ടകത്തിലാണ് ഇത്തരത്തിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടൊരു ഫ്ലെക്സ് ബോർഡ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു, ഡിജിറ്റൽ ക്യാമ്പയിനുകൾ നടക്കുന്നു, പ്രചരണങ്ങൾ നടക്കുന്നു, വലിയ രീതിയിലുള്ള ഡോക്യുമെൻ്ററികൾ വരുന്നു, ചില ആളുകൾ പോഡ്കാസ്റ്റുമായിട്ട് ഇറങ്ങുന്നു. എന്തൊക്കെയാണ് അല്ലേ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക്? ഇപ്പം കസേരയെന്ന് പറയാൻ പറ്റൂല, ഇപ്പം ബെഞ്ചിടേണ്ടി വരുന്ന അവസ്ഥയിലാണ് അല്ലേ. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, ഇതാരെങ്കിലും ഉണ്ടോ പട്ടികയിൽ? വോട്ട് എണ്ണിയിട്ടില്ല. ഇനി വോട്ട് എണ്ണുന്ന സമയത്ത് തിരിച്ചെങ്ങാനുമാണ് സംഭവിക്കുന്നതെങ്കിൽ ട്രോളോട് ട്രോളായിരിക്കും.